കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ശമ്പള പ്രതിസന്ധി തുടരുകയാണ്. ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് വിഭാഗം കരാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് 3 മാസം. ഇനിയും ശമ്പളം വൈകിയാൽ സംയുക്ത സമരസമിതി രൂപീകരിച്ച് സമരത്തിലേക്ക് നീങ്ങാനാണ് ജീവനക്കാരുടെ തീരുമാനം. സർക്കാർ നൽകാനുള്ള കുടിശ്ശിക വർദ്ധിച്ചതോടെയാണ് കരാർ കമ്പനി ജീവനക്കാരുടെ ശമ്പള വിതരണം നിർത്തിയത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? അതായത് മാധവ്, കഴിഞ്ഞ 3 മാസമായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് വിഭാഗത്തിലെ ജീവനക്കാർക്കാണ് ശമ്പളം ലഭിക്കാത്തത്. 60ഓളം ജീവനക്കാർക്കാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടേണ്ട സാഹചര്യമുള്ളത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രധാന സാങ്കേതിക സംവിധാനങ്ങളുടെയൊക്കെ തന്നെ മെയിന്റനൻസ്, നടത്തിപ്പ്, അതിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുന്ന ഈ ജീവനക്കാരാണ്. അവർക്കാണ് ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഏജൻസി വഴിയാണ് ഈ ജീവനക്കാരെ നിയോഗിച്ചിരിക്കുന്നത്. ആ സ്വകാര്യ ഏജൻസി ഈ വലിയ തോതിൽ ശമ്പളം കുടിശ്ശികയായതോടുകൂടി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന കാര്യം നിർത്തിവെക്കുകയായിരുന്നു. എന്തായാലും ഈ ജീവനക്കാരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴിതാ മറ്റൊരു വിഭാഗം ജീവനക്കാർ കൂടി ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിൽ നിന്ന് ഈ പണം സർക്കാരിലേക്ക് അടച്ച് സർക്കാരാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ട കരാർ ഏജൻസികൾക്ക് ഉൾപ്പെടെ ഈ പണം നൽകേണ്ടത്. അങ്ങനെ ഈ പണം വരാത്തതാണ് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നത്. ആശുപത്രികൾ സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ടതുണ്ട്. ആശുപത്രികളുടെ വരുമാനം കുറയുമ്പോൾ അതും ഇതിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിനാണ് ജീവനക്കാർ നിലവിൽ വരുന്നത്. വരാൻ തയ്യാറാകുന്നില്ല. ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇനിയും ശമ്പളം വൈകിയാൽ സംയുക്ത സമരസമിതി രൂപീകരിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.